നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കെട്ടടങ്ങിയതോടെ അല്ലെങ്കിൽ വാർത്തകൾ കെട്ടടങ്ങിയതോടെ പതുക്കെ CPM-ന് PP ദിവ്യയോട് വല്ലാത്തൊരു സ്നേഹമുണ്ടായി. കണ്ണൂരിലെ സഖാക്കന്മാർക്ക് PP ദിവ്യ എന്നാൽ എന്തോ ആണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു സ്നേഹം, ഇഷ്ടം PP ദിവ്യയോട് കാണിക്കാൻ തുടങ്ങി. നിലവിൽ സർക്കാർ ഇപ്പോൾ PP ദിവ്യ കാണിച്ച അഴിമതികളിൽ വിജിലൻസ് അന്വേഷണമൊന്നും വേണ്ട, PP ദിവ്യയെ സംരക്ഷിച്ച് ഒരു നല്ലൊരു പദവി കൊടുത്ത് പാർട്ടിയിൽ ഇരുത്താനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഒട്ടനവധി ബിനാമി ഇടപാടുകൾ PP ദിവ്യയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന പരാതികളൊക്കെ സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആ ഒരു അന്വേഷണമൊന്നും വേണ്ട എന്ന ഒരു നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ബിനാമി ഇടപാട് പരാതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യക്കെതിരായ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ. ആ ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നും ഇല്ല എന്നാണ് സർക്കാരിന്റെ വാദം. KSU നേതാവ് മുഹമ്മദ് ഷമാസ് നൽകിയ ഹർജിയിലാണ് അതിവേഗ നിലപാട് വ്യക്തമാക്കി സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്.